മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്യാസിനി സമൂഹമാണ് നസ്രത്ത് സിസ്റ്റേഴ്സ്. മാനസിക തകരാറുകൾ മൂലം ക്ലേശിക്കുന്നവർക്ക് സാന്ത്വനവും ചികിത്സയും നൽകി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു നസ്രത്ത് സന്യാസിനിയെ പരിചയപ്പെടാം മർത്ത ആൻഡ് മേരിയിലൂടെ. ഇത് ഡോക്ടർ സിസ്റ്റർ മേരി തെരേസ് CSN. അങ്കമാലി ചെമ്പന്നൂരിൽ കുഞ്ഞുവർക്കി ആലീസ് ദമ്പതികളുടെ 6 മക്കളിൽ ഒരാളായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ദൈവനിയോഗത്തിന് സ്വയം സമർപ്പിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. ഇപ്പോൾ അങ്കമാലി എടക്കുന്ന സ്റ്റെല്ല മേരീസ് ആശുപത്രിയിൽ സൈക്യാട്രിസ്റ്റായി സേവനം ചെയ്യുന്നു. സിസ്റ്ററിന് മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ചും ദൈവവിളിയെക്കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള കടന്നുവരവിനെക്കുറിച്ച്, ആ പരിശീലന കാലഘട്ടത്തെക്കുറിച്ചും എല്ലാം ഒന്ന് പറയാം. ഒരു ജൂലൈ 3-ാം തീയതിയാണ് ഞാൻ സന്യാസ ജീവിതത്തിനായിട്ട് വന്നു ചേരുന്നത്. ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും കൂടി ഒരുമിച്ചാണ് എന്നെ കൊണ്ടുവന്നാക്കുന്നത്. എല്ലാവരുടെയും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടെ സഹോദരങ്ങളോടൊപ്പം അങ്കമാലിയുള്ള നോഷീറ്റ് ഭവനത്തിലേക്കാണ് ഞങ്ങൾ വന്നത്. അവിടെയായിരുന്നു ഫോർമേഷൻ. ഞാൻ വന്ന സമയത്ത് ഓൾറെഡി ഒരു 15 കുട്ടികളോളം അവിടെ വന്നിട്ടുണ്ട്. അന്നാണ് മിക്കവരും തന്നെ വന്നിരിക്കുന്നത്. ചിലർ അതിന് മുമ്പ് വന്നു. അത് കഴിഞ്ഞ് ആസ്പിറൻസി ഈ വന്ന ഉടനെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങളും പുതിയത് പഠിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടു പോകുന്നതിൻ്റെ കുറച്ച് അസ്വസ്ഥതകൾ നമുക്കുണ്ടാകും. അതേസമയം സഭയിൽ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പുതുമയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ സന്യാസത്തിൽ പിച്ച വയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടുതലായിട്ട് എന്നെ പഠിപ്പിച്ചത് മദർ ടെറസിനാണ്. മദർ ടെറസിനായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഗുരുനാഥ. അപ്പോൾ സിസ്റ്റർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഓരോന്നും സിസ്റ്റർ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ സിസ്റ്റർ മാതൃകയായിട്ട് കാണിക്കും. അതുപോലെ തന്നെ സിസ്റ്റർ ദീപ ഇപ്പോൾ മദറാണ്, പ്രോൺഷ്യലാണ്. സിസ്റ്റർ ദീപയും അതുപോലെ എന്നെ ആസ്പിറൻസി കാലഘട്ടത്തിൽ എനിക്ക് പരിശീലനം തന്നിട്ടുണ്ട്. പോസ്റ്റ് ലെൻസിയും ഫസ്റ്റ് ഇയർ നോഷീറ്റും പരിശീലനം തന്നത് മദർ ഗ്ലാഡിസാണ്. ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി കാര്യങ്ങളിൽ നമ്മളെ കഴിവുള്ളവരാക്കി, നമ്മുടെ കഴിവുകൾ കണ്ടെത്താനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു നമ്മൾക്ക് തന്നെ കുറേ അവബോധങ്ങളൊക്കെ സിസ്റ്ററിൻ്റെ പരിശീലനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ നോഷീറ്റിൽ ഞങ്ങൾക്ക് പരിശീലനം തന്നത് സിസ്റ്റർ വിസിറ്റേഷനാണ്. അപ്പോൾ സിസ്റ്റർ വിസിറ്റേഷൻ ഞങ്ങളോട് ചില സമയങ്ങളിൽ നമുക്ക് തോന്നും സിസ്റ്റർ വളരെ കാർക്കശ്യമാണെന്ന്. പക്ഷേ സിസ്റ്റർ കാർക്കശ്യമല്ല. സിസ്റ്റർ എല്ലാവരോടും വളരെ ഒരേ രീതിയിലാണ് സിസ്റ്റർ പെരുമാറിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സുവിശേഷ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കണം. സുവിശേഷ ഉപദേശങ്ങളാണ് നമ്മൾ സന്യാസ വ്രതമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വ്രതം സ്വീകരിക്കുന്ന ഒരു കന്യകയ്ക്ക് സുവിശേഷ മൂല്യങ്ങളായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് അത്രയും ആഴത്തിൽ എന്നെ പഠിപ്പിച്ചത് ശരിക്കും സിസ്റ്റർ വിസിറ്റേഷനാണ്. അപ്പോൾ സിസ്റ്റർ വിസിറ്റേഷൻ തന്നെയാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെ ആത്മീയ യാത്രയിൽ എന്നെ ഗൈഡ് ചെയ്യുന്നത്. സിസ്റ്ററാണ് എൻ്റെ സ്പിരിച്വൽ കമ്പാനിയനായിട്ട് നിൽക്കുന്നത്. സഭാവസ്ത്ര സ്വീകരണ ശേഷം ഇതര ജോലി രംഗങ്ങളിൽ ആയിരുന്നപ്പോഴും ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോഴൊക്കെയും അതൊക്കെ വന്ന് തുറന്നു പറയാനുള്ള ഒരു വിശാല മനസ്ഥിതിയും അതിൻ്റെ തിരുത്തലുകൾ സ്വീകരിക്കാനുള്ള ഒരു എളിമയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റോമിൽ പഠിക്കുന്ന കാലത്തായാലും മെഡിസിന് പഠിക്കുന്ന കാലങ്ങളിലായാലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേപടി വന്ന് തുറന്ന് പറഞ്ഞ് ചെയ്തിരുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ മരണം സിസ്റ്ററിന് പെട്ടെന്നുണ്ടായ മരണം സിസ്റ്ററിന് വലിയൊരു ആഘാതമായിരുന്നു. ആ ഒരു പ്രശ്നത്തിൽ വിധേയത്വത്തോടുകൂടി അതെല്ലാം
തുറന്നു പറയാനും എനിക്കും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും സുവിശേഷമനുസരിച്ച് വചനമനുസരിച്ച് അതൊക്കെ സ്വീകരിക്കാനും അവൾക്ക് സിസ്റ്റർ സന്നദ്ധത കാണിച്ചിട്ടുള്ളത് എനിക്ക് എടുത്ത് പറയാതിരിക്കാനായിട്ട് വയ്യ. ഇന്നും പ്രേക്ഷിത മേഖലകളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എല്ലാം അതെന്താണെന്ന് സിസ്റ്ററിന് കൃത്യമായിട്ട് അറിയാം. അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, എല്ലാം വ്യക്തമായിട്ട് അറിയാം. എങ്കിലും അതിനുള്ള ഒരു നിർദ്ദേശം സ്വീകരിക്കാനുള്ള സന്നദ്ധതയും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് അതിനെ വീണ്ടെടുക്കുവാനുള്ള ഒരു പരിശ്രമവും എല്ലാം എനിക്ക് ഇന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. രോഗികളെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് മാനസിക രോഗികളെക്കുറിച്ചുള്ള വലിയൊരു ശ്രദ്ധയും അതിനുവേണ്ടി എന്തും ചെയ്യാനുള്ള സന്നദ്ധതയും കർത്താവ് കരുണ കാണിച്ചതുപോലെയുള്ള അവരുടെ ആവശ്യങ്ങളിലേക്ക് ഹൃദയം അലിഞ്ഞു ചെല്ലാനും എന്ത് ക്ലേശം സഹിക്കാനും സിസ്റ്റർ ഇന്നും തത്രപ്പെടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം നന്നായിട്ടാണ് സിസ്റ്റർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ദൈവത്തിൻ്റെ ഒരുപാട് കൃപ സിസ്റ്ററിനുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ദൈവം ഈ പ്രത്യേകിച്ച് മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷയ്ക്ക് സിസ്റ്ററിനും സഭയ്ക്കും അതൊരു വലിയ മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണും. പരിശീലന കാലഘട്ടം പൂർത്തിയായി 1989 ഫെബ്രുവരി 2 സഭാവസ്ത്രം സ്വീകരിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഒരു സിസ്റ്ററായി എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഈശോയുടെ ഒപ്പം നമ്മൾ നടക്കണ പോലെ, ഈശോ നമ്മുടെ ഒപ്പം വരണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈശോയോടുള്ള ഉള്ളൊരു ബന്ധം നമ്മൾ കൂടുതലും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ പരിശീലന കാലഘട്ടത്തിലാണ്. അന്നേരം അതുപോലെ തന്നെ എനിക്കെൻ്റെ സഭയെക്കുറിച്ച് ഭയങ്കര മതിപ്പ് തോന്നിയ കാലഘട്ടം അത്. നമ്മൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നൊരു സഭയാണെന്നറിയാലോ. അപ്പം ഞങ്ങളുടെ സഭ എന്ന് വെച്ചാൽ 1948 സ്ഥാപിതമായത്. അതിൻ്റെ സ്ഥാപപിതാക്കന്മാർ 3 പേരാണ്. 3 പേരെന്ന് പറഞ്ഞാൽ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവാണ് സ്ഥാപകൻ, പിന്നെ ജോൺ പിണക്കാട്ടച്ചനും അതുപോലെ മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കരിയുമാണ് സഹസ്ഥാപകർ. ഇതിൽ ജോൺ പിണക്കാട്ടച്ചനെയും അതുപോലെ മങ്കുഴിക്കരി അച്ഛനെയും നല്ല പരിചയമാണ് ഞങ്ങൾ കണ്ട് വളരണം. ഞങ്ങൾ കാണാത്തത് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിനെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരിലൂടെ പഠിച്ച ഓരോ കാര്യങ്ങളും നമ്മൾക്കതെല്ലാം ഒരു പുതുമയുമാണ്, നമുക്കൊരു ഒരു ഉണർവാണ്, ഒരു പ്രചോദനമാണ്. അപ്പോൾ അത് നമ്മളത് വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കും. സഭ നമ്മുടെ അമ്മയാണെന്നും സഭ കുടുംബങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം. സഭ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഇല്ലാതായാലും നമ്മൾ സഭ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സഭയ്ക്ക് ഒരിക്കലും കുറവില്ലാതെ നോക്കേണ്ടത് സഭയുടെ അംഗങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മങ്കുഴിക്കരി അച്ഛനിൽ നിന്ന് ഒരുപാട് അച്ഛനിൽ നിന്ന് നമുക്ക് കേൾക്കാനും ആർജിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട്. സിസ്റ്റർ ആയതിനു ശേഷം സിസ്റ്ററിൻ്റെ ആദ്യത്തെ ശുശ്രൂഷ രംഗത്തെക്കുറിച്ചും അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ആദ്യം കിട്ടിയ ശുശ്രൂഷ രംഗം ഞങ്ങളുടെ പ്രയർ ഹൗസാണ്. ചൊവ്വരയാണ് പ്രയർ ഹൗസ്. അപ്പോൾ ഉടുപ്പിട്ട് നമ്മൾ വീട്ടിൽ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ ആഴ്ചയിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണ് സിസ്റ്റർ ഇവിടെ. അപ്പം നമ്മൾ മാത്രമുള്ള ഒരു ജൂനിയർ സിസ്റ്ററായിട്ട്. ഒറ്റയ്ക്കല്ല, നമ്മളെ കൊണ്ടുവന്നാക്കും. പക്ഷെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു ജൂനിയർ സിസ്റ്റർ, സിസ്റ്റർ മാത്രമാണോ? ഒരാളെ വരുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചൊവ്വരയിലെ സ്ഥലമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പെരിയാറിൻ്റെ തീരവും അതുപോലെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം, പ്രെയർ ഹൗസൊക്കെ പോലെയല്ലേ. ഇവിടുത്തെ സുപ്പീരിയറായിരുന്ന സിസ്റ്റർ സിറിലാണ്, വളരെ സ്നേഹമുള്ളൊരു സിസ്റ്റർ. അതുപോലെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ആണെങ്കിലും സീനിയർ സിസ്റ്റേഴ്സ് 4 പേരും വളരെ ലവിങ് നേച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പരിശീലന കാലത്തേക്കാൾ കൂടുതൽ കുറച്ച് അറ്റൻഷൻ കിട്ടണ പോലെ എനിക്ക് തോന്നി. അങ്ങനെ എല്ലാവരും നമ്മൾ കൊച്ചു സിസ്റ്റർ എന്തിയെന്ന് അന്വേഷിക്കുക. അപ്പോൾ ഹൗസിലെ എല്ലാ ജോലികളിലും നമ്മൾ കൂടി ചെയ്യും. ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു ജോലി വരുന്നത് നമ്മൾക്കിവിടെ പ്രയറിന് കഴിയുമ്പോൾ, അതായത് ധ്യാനം കഴിയുമ്പോൾ സിസ്റ്റേഴ്സിന് ധ്യാനത്തിന് മുൻപ് നമ്മൾ ബെഡ് വിരിക്കണം. അവർക്ക് ബെഡ് വിരിച്ച് മുറിയെല്ലാം ക്ലീൻ ചെയ്ത് ബെഡ് വിരിച്ചിടും. അതുപോലെ അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷീറ്റെല്ലാം എടുത്ത് നമ്മൾ വാഷ് ചെയ്ത് വിരിച്ചിട്ട് പിന്നെ അത് മടക്കി വെക്കുക. അതാണ് ഒരു പ്രധാന ജോലി. പിന്നെ ധ്യാന ദിവസങ്ങളിൽ ഇവർക്ക് ഭക്ഷണത്തിനുള്ള സംഭവങ്ങൾ റെഡിയാക്കുക. അപ്പോൾ ഭക്ഷണം വെക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ടാവും, നമ്മളെല്ലാത്തിനും ഒന്ന് സഹായിക്കുന്നു, ഒരു ഹെൽപ്പ് ചെയ്യുന്നു.
പിന്നെ ഉണ്ടായിരുന്നൊരു ജോലി പള്ളിയിൽ ഇടവകയിൽ സഹായിക്കുക എന്നുള്ള. അപ്പോൾ ഇടവകയിൽ ബൊക്കെ വെക്കണം. വെള്ളി, ശനി, ഞായർ, ദിവസങ്ങളിൽ നമ്മൾ ബൊക്കെ വയ്ക്കും. വേദപാഠം പഠിപ്പിക്കാൻ പോകണം. ഈ വേദപാഠം പഠിപ്പിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. സിസ്റ്റർ ഉടനെ വേദപാഠം പഠിപ്പിക്കാനായിട്ട് വേദപാഠം പഠിപ്പിക്കാൻ പോകുമായിരുന്നു. പിന്നെ കൂടെ വേറൊരു സിസ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ സിസ്റ്റർ മുതിർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കും, നമ്മൾ ചെറിയ ക്ലാസ്സിൽ. അതുകൊണ്ട് 3-ോ 4-ോ അങ്ങാണ്ടാന്ന് തോന്നണം ഞാൻ പഠിപ്പിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ സൊഡാലിറ്റി അങ്ങനത്തെ ഇതുകളുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മളൊന്ന് ഇത് പോകണം. ഇതാണ് മെയിനായിട്ടുള്ളൊരു ജോലി ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഹൗസിൽ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലെ കൂടെയൊക്കെ ഒന്ന് പോകും. നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷേ അതൊക്കെ ചെയ്യാനും അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവിടെ 1 വർഷം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയത് എടക്കുന്നിലാണ്, മദർ ഹൗസിലെ തൊഴുത്ത് പിന്നെ മറ്റ് പക്ഷിമൃഗാദികളുടെ എല്ലാത്തിൻ്റെയും അതെല്ലാം സന്തോഷത്തോടു കൂടി. അത് നല്ല രസമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തൊഴുത്തിൽ കുറേ പശുക്കളുണ്ട്, 5-8 പശുക്കളുണ്ടാവും കറക്കണത്. ശരിക്കും ഒരു എരുമ, പിന്നെ ആട്, കോഴി, കൽക്കം, ഗിനി, പന്നി, ഇങ്ങനെ കോഴി തന്നെ ഒരു 2 വകുപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം നോക്കാനായിട്ട് നമുക്ക് ആൾക്കാരുണ്ട്. നമ്മുടെ തന്നെ ചേച്ചിമാരുണ്ടാവും. നമ്മുടെ തന്നെ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളവരെ പിള്ളേരെന്നാണ് പറയുക. അവരുണ്ടാവും, അവരതെല്ലാം നോക്കും. പക്ഷെ അവർക്കൊരു മുകളിൽ ഒരാളെന്നുള്ള നിലയിൽ. സിസ്റ്ററിൻ്റെ അപ്പച്ചൻ്റെയും ചേട്ടൻ്റെയും അടുത്തടുത്തുള്ള മരണം അത് സിസ്റ്ററിന് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലായി. അപ്പോൾ സിസ്റ്ററിന് വചനം ആശ്വാസമായി വന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ തൊഴുത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് അപ്പച്ചൻ മരിക്കുന്നത്. അപ്പച്ചൻ മരിക്കുമ്പോൾ അപ്പച്ചന് ഒരു വീഴ്ച ഉണ്ടായിട്ട് ഒരാഴ്ചയോളം അപ്പച്ചൻ ഒരു വശം തളർന്ന് ആശുപത്രിയിലായിരുന്നു. അപ്പം അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് നമ്മൾ പ്രതീക്ഷയായിരുന്നു. അപ്പച്ചൻ എഴുന്നേറ്റ് വരും, അപ്പച്ചൻ സുഖമായി വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. കാരണം അപ്പച്ചൻ 57 വയസ്സേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ വീണ് കൃത്യം ഒരാഴ്ചയായപ്പോഴേക്കും അപ്പച്ചൻ പെട്ടെന്ന് റെസ്പിറേറ്ററി അറസ്റ്റ് വന്നിട്ട് അപ്പച്ചൻ മരിക്കുവാണ്. വീണപ്പോൾ അപ്പച്ചൻ്റെ ശരിക്കും കഴുത്തിൻ്റെ ഭാഗത്ത് എല്ലാമാണ് ഒടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ശ്വാസകോശത്തിലേക്ക് വരുന്ന നെർവിനെയാണ് അത് ബാധിച്ചത്. അതൊക്കെ അന്നേ ഡോക്ടേഴ്സ് പറഞ്ഞു. അന്നൊന്നും എനിക്കറിയില്ലെങ്കിലും അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പച്ചൻ മരിച്ചിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റണ്ടായിരുന്നില്ല. കാരണം അപ്പച്ചൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് വരെ അപ്പച്ചൻ്റെ അടുത്തായിരിക്കാനും സംസാരിപ്പിച്ച് കുർബാനയിൽ കൊള്ളിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അപ്പച്ചൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞു. എൻ്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമേ അപ്പച്ചന് സന്തോഷമുള്ളൂ. കാരണം ചേച്ചിയുടെ കല്യാണം നടന്നിട്ടില്ലായിരുന്നു. അതിങ്ങനെ പറഞ്ഞു ഒത്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതെല്ലാം അപ്പച്ചന് ഭയങ്കരമായിട്ടൊരു മാനസിക സംഘർഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കൃഷിക്കാരാണ്. പാടത്തൊക്കെ തെങ്ങൊക്കെ വെച്ചിട്ട് ആ സമയത്തൊക്കെ ഞാൻ മടത്തി പോരുന്ന സമയത്ത് ഏകദേശം ഒരു 2000 തേങ്ങയൊക്കെ വീഴുമായിരുന്നു, ഓരോ മാസം കിട്ടുമായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഒരു 3000 തേങ്ങയുടെ അടുത്തൊക്കെയായി വരുന്ന സമയത്താണ് അപ്പച്ചൻ്റെ ഈ മരണം. അപ്പം അപ്പച്ചൻ ശരിക്കും അധ്വാനിച്ചിട്ടേ ഉള്ളൂ, ഫലം കണ്ടിട്ടില്ല. ആ ഫലം അധികം അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഒന്നും ആവശ്യവും നടന്നിട്ടില്ല. പക്ഷെ അമ്മച്ചിക്ക് ഭയങ്കര വിൽ പവറായിരുന്നു. അമ്മച്ചി പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് സംഭവിക്കട്ടെ. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, എങ്ങനെ അമ്മച്ചിക്ക് അത് എടുക്കാൻ പറ്റി. അമ്മച്ചിയെ തന്നെ ഒരുക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടനാണ് അപ്പച്ചൻ്റെ മരണം കാണുന്നത്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ്. അപ്പോൾ ചേട്ടൻ വന്ന് എൻ്റെ വായ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടാണ് എന്നോട് പറയണത്, കാരണം ഞാൻ കരയാതിരിക്കാൻ. ആ പൊത്തി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, കണ്ണുകൊണ്ട് കാണിച്ചു മരിച്ചു. ചേട്ടൻ സംസാരിക്കാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു വിഷമം വന്നു, കുറച്ച് കരഞ്ഞു, നന്നായിട്ട് തന്നെ കരഞ്ഞു. പിന്നെ അത് എനിക്ക് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റിയിട്ടില്ല. അപ്പച്ചൻ്റെ സംസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് മടത്തി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അമ്മച്ചി എന്നെ വഴക്ക് പറയുന്നുണ്ട്, നീ ഒരു സിസ്റ്ററല്ലേ, എന്നിട്ട് നിനക്ക് കർത്താവിന് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലേ മോളെ എന്ന് ചോദിച്ചാൽ എന്നെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പച്ചൻ മരിച്ചു എന്നത്, എന്തുകൊണ്ട് ഈ സമയത്ത്. അതാണ് എൻ്റെ മനസ്സിലെ ചിന്ത. തിരിച്ചു വന്നിട്ടും എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ഉറക്കത്തിൽ പോലും കരയുന്നുണ്ടെന്നാണ് അവർ പറയണേ. അങ്ങനെ ഒരാഴ്ചയോളം ഞാനിങ്ങനെ വിഷമിച്ച് നടന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ വിസിറ്റേഷൻ സിസ്റ്റർ എന്നോട് ചോദിച്ചു, മേരി തെരേസേ
അപ്പച്ചനാണോ വലുത് ഈശോയാണോ വലുതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈശോ തന്നെ വലുത്, പക്ഷേ ഇപ്പോൾ എനിക്ക് അപ്പച്ചനാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പതുക്കെ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വിഷമിച്ചാൽ പ്രശ്നമാകും, ഇങ്ങനെ വിഷമിക്കല്ലേ, അത് ദൈവം തന്നത്, ദൈവത്തിൻ്റെ തിരുഹിതം അല്ലേ നമ്മൾ നിറവേറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേൾക്കും, ബുദ്ധിയിൽ മനസ്സിലാകും, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ വിഷമിച്ച് നടക്കണ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ സിസ്റ്റർ പ്രാർത്ഥിക്കാനായിട്ട്, അത് ശരിക്കും ഇന്ന് എനിക്കറിയാം സിസ്റ്റർ നടത്തിയത് ഒരു പ്രയർ തെറാപ്പിയാണ്. അപ്പോൾ അന്ന് സിസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ട് പോയി, വചനം മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു, സുവിശേഷം മാത്രം കൊണ്ടുവന്നാൽ മതി, ബൈബിള് മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എടക്കുന്ന് മാതൃഭവനത്തിൻ്റെ കപ്പേളയുടെ ബാൽക്കണിയിൽ, പള്ളിയുടെ ബാൽക്കണിയിൽ പോയിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന തുടങ്ങി അപ്പച്ചൻ്റെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ പറയുമ്പോൾ മുഴുവൻ ഞാൻ കരയുവാണ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഫുൾ കരച്ചിലാണ്. കരഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ആദ്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിലെന്തെങ്കിലും നന്മയില്ലാതെ ദൈവം അത് ചെയ്യില്ല. ദൈവത്തിന് നന്മയായിട്ട് തോന്നിയൊരു കാര്യമേ ദൈവം ചെയ്യുള്ളൂ. എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും നല്ലത് എന്താണെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് ദൈവത്തിന്. ആ ഒരു ബോധ്യം എനിക്ക് വന്നു. അപ്പം ഞാനത് സിസ്റ്റർ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ നീ എന്താ തരുന്നതെന്ന് വെച്ച് ഇത് സ്വീകരിക്കാൻ എനിക്ക് ശക്തി തരണം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞു ബൈബിള് തുറക്കാൻ പറഞ്ഞു. ഞാൻ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്ന വചനം പ്രഭാഷകൻ 17:13. അത് അവരുടെ കണ്ണുകൾ അവിടുത്തെ പ്രതാപം ദർശിച്ചു എന്നുള്ള ഒരു ഇതാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഒരു സൂചനയാണല്ലോ. എനിക്കതേ ആവശ്യമുള്ളൂ. നമ്മളെല്ലാവരും മരിക്കും. പക്ഷെ എൻ്റെ ചോദ്യം എന്തുകൊണ്ട് ഇപ്പോൾ എന്നായിരുന്നു. അത് ഞാൻ വിട്ടുകൊടുത്തു. കാരണം ദൈവത്തിന് ഇഷ്ടപ്പെട്ട സമയം അതായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായ അപ്പച്ചൻ ദൈവത്തിൻ്റെ അടുത്താണ്, സ്വർഗത്തിലാണ് എന്നുള്ളതൊരു എനിക്കൊരിത് കിട്ടി. പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് അത് കഴിഞ്ഞോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് ശാന്തമായി. ഞാനതങ്ങ് ആ മരണം അങ്ങനെ ഉൾക്കൊണ്ടു. പിന്നെ ഇത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ തൊഴുത്തിലൊരു ദിവസം രാവിലെ തൊഴുത്തിലെന്തോ എനിക്കുണ്ടെങ്കിൽ പശുവിനെ കുളിപ്പിക്കുന്നതിൽ സഹായിക്കാനോ എന്തിനുമായിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു, അപ്പച്ചൻ മരിക്കുന്നത് ജൂലൈ 26-നാണ്. ഇത് നവംബർ 15-നാണ്. പിന്നെ അതേ വർഷം തന്നെ നവംബർ 15-ന് വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേരി തെരേസിനെ അമ്മ വിളിക്കുന്നു എന്ന്. അമ്മ എന്ന് ഞങ്ങൾ പറയുന്നത് ജനറാലിനെ. അപ്പോൾ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തിനാണ് അമ്മ വിളിക്കുന്നത്, വല്ല ട്രാൻസ്ഫറും തരാനായിരിക്കും. അപ്പോൾ എന്നോട് പതുക്കെ സൂചിപ്പിച്ച് വെച്ചിരുന്നു പഠിക്കാൻ പോകണമെന്ന്, ബൈബിള് പഠിക്കാൻ പോകണമെന്ന്. ബൈബിളല്ലേ, അത് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തിനാണ് അമ്മ വിളിക്കുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ മാതൃഭവനത്തിൻ്റെ വരാന്ത ഒത്തിരി നീളമുള്ള വരാന്തയാണ്. ഈ വരാന്തയിൽ ഇങ്ങനെ കുറേ സിസ്റ്റേഴ്സ് ഉണ്ട്. ആ ഹൗസിൽ അന്ന് 10-60 സിസ്റ്റേഴ്സുണ്ട്. ഈ 10-60 സിസ്റ്റേഴ്സിൽ കുറേ സിസ്റ്റേഴ്സ്, മിക്ക സീനിയർ സിസ്റ്റേഴ്സും ഞാൻ വരുമ്പോൾ വളരെ വ്യസനത്തോടു കൂടി താടിക്ക് കൈ കൊടുത്താൽ നിൽക്കുന്നത്. എന്നെ കണ്ട വഴി എല്ലാവരും കൈ താഴ്ത്തി പ്രസന്ന ഭാവം വരുത്താൻ ശ്രമിച്ചു. എൻ്റെ മനസ്സിൽ എനിക്ക് അപ്പോൾ തന്നെ തോന്നിയായിരുന്നു എന്തോ ഒരു ആപത്തുണ്ടെന്ന്. അതെനിക്ക് അന്ന് വെളുപ്പിന് ചേട്ടൻ 4 മണിക്കാണ് മരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഏകദേശം ആ സമയത്തൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി. ഞാൻ ചാടി എഴുന്നേറ്റ് അപ്പോൾ ഞാൻ കിടന്നിരുന്നപ്പോൾ എൻ്റെ റൂമിൽ കിടന്നിരുന്നത് സിസ്റ്റർ ജസ്റ്റിനാണ്, സീനിയർ സിസ്റ്ററാണ്. സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടനോ അനിയനോ ആർക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ 3 പേരും ഭയങ്കര ക്ലോസ് ആയിരുന്നു. എൻ്റെ തൊട്ട് മൂത്ത ചേട്ടനും അതിൻ്റെ താഴെയുള്ള അനിയനും, അവർ 2 പേരും സംസാരിക്കാത്തവരാ. അതുകൊണ്ടാണ് എനിക്ക് അവരോട് ഭയങ്കര ഒരു ക്ലോസ്നെസ് വരുന്നത്. അത് എനിക്ക് ഫീൽ ചെയ്തു. ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മേരി തെരേസേ ബാബുവിന് വയ്യാണ്ട്, ബാബു ആശുപത്രി കിടക്കുക, തിരുവനന്തപുരത്താണ്. അപ്പം നമുക്കൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ പോകണം. അപ്പോൾ ഞാൻ അമ്മയെ ശരിക്കും അങ്ങനെ നോക്കി. അപ്പോൾ അമ്മ പറഞ്ഞു, ബാബു സുഖമില്ലാതിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞു, അമ്മ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാപ്പലിലേക്ക് കയറി. കാരണം എൻ്റെ മനസ്സിൽ ഓൾറെഡി അവനെന്തോ ആപത്ത് പിണഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാപ്പലിൽ വന്ന് സാഷ്ടാംഗം വീണിട്ട് ഞാൻ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്ന വചനം മരിച്ചവനെ കുറിച്ച് വിലപിക്കേണ്ടെന്ന്, മരിച്ചവനെ ഓർത്ത് ദുഃഖിക്കരുതെന്ന്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എപ്പോഴും അങ്ങനെ ആശ്വാസമായിട്ട് ശരിക്കും വചനം എന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വചനത്തിലാണ് എൻ്റെ ആശ്രയം എന്ന് പറയാൻ. ശരിക്കും എനിക്ക് എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ട് ദൈവം തന്നെ എനിക്ക് ആശ്വാസം തരണ വചനത്തിലൂടെയാണ് ശരിക്കും കൂടുതലും എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സിസ്റ്റർ റോമിൽ പഠിക്കാനായിട്ട് പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അവിടുത്തെ ആ പഠന രീതിയും അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? റോമിൽ പഠിക്കാൻ പോകുന്നത് ചേട്ടായി മരിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പാണ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് ആദ്യം കേട്ടപ്പോൾ ആകെ ഒരു ഇതുപോലെ തോന്നി. ഒരു എന്താ പറയാന്ന് എനിക്കറിയില്ല. എത്ര വർഷം കഴിഞ്ഞതിന് ശേഷം? 2 വർഷം തികഞ്ഞിട്ടില്ല 2 വർഷം. അപ്പോൾ എനിക്ക് ആകെ ഒരു 2 വർഷമായിട്ടുണ്ട്. 2 വർഷമായി. അപ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ, ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ പിന്നെ കേൾക്കുന്നു ഞാൻ തനിച്ചാണ് പോകുന്നത്. അപ്പോൾ അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, അറിയാത്ത സംസ്കാരം, അവിടെ ഞാൻ തനിച്ചോ. അപ്പോൾ എൻ്റെ 2 സിസ്റ്റേഴ്സ് അവിടെ തൊട്ട് മുമ്പുണ്ട്. എൻ്റെ ഗുരുനാഥ അവിടെ പഠിച്ച ആളാണ്. എൻ്റെ ഗുരുനാഥ മദർ ഗ്ലാഡീസാണ് അവിടെ തുടക്കം. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യം അത്. നമുക്ക് നോ പറയാൻ പറ്റില്ല, നമ്മളോട് പോകണം എന്നാണ് പറയുന്നത്. അനുസരണമാണ് വ്രതം. സമ്മതിച്ചു. അവിടെ എന്താ പഠിച്ചത്? ഞാൻ പഠിച്ചത് 3 വർഷം തിയോളജി പഠിച്ചു. 3 വർഷത്തെ തിയോളജി പഠനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളെ വിട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാമിലി ആൻഡ് മാരേജ് എന്ന് പറഞ്ഞ് സെൻറ്റ് ജോവാനി ലാറ്ററാൻ്റെ കീഴിലുള്ള ഒരു സെൻറ്റ് ജോൺ പോൾ സെക്കൻഡിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പോപ്പ് ജോൺ പോൾ സെക്കൻഡിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാമിലി ആൻഡ് മാരേജിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചത്. 5 വർഷം ഉണ്ടായിരുന്നു റോമിൽ. 1996 ഓഗസ്റ്റ് മാസത്തിൽ തിരിച്ചു വന്നു. റോമിലെ പഠനം കഴിഞ്ഞ് MBBS പഠനവും അത് പഠിക്കാനുണ്ടായ ആ സാഹചര്യവും അതിൻ്റെ ആ പഠന രീതികളെ കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? ഞാൻ MBBSന് ജോയിൻ ചെയ്യുന്നത് 1997 പക്ഷേ അതിനിടയ്ക്കുള്ള കാലഘട്ടം ഞാൻ നിത്യവ്രതം ചെയ്തിട്ടില്ല. ആ സമയത്ത് നിത്യവ്രതം സാധാരണ ഞങ്ങൾ 6 വർഷം കഴിയുമ്പോൾ നിത്യവ്രതം ചെയ്യണം. ഇത് ഞാൻ പഠിക്കാൻ പോയിരുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിത്യവ്രതം ചെയ്യാൻ കിട്ടുന്നതിന് മുൻപ്, അതിൻ്റെ ഒരുക്കത്തിന് മുമ്പ് എല്ലാവരും തിയോളജി കോഴ്സിന് പോകും. ഞാൻ ഓൾറെഡി തിയോളജി കഴിഞ്ഞതുകൊണ്ട് ആ സമയത്ത് എന്നോട് ഡോക്ടർ പയസിനെ സഹായിക്കാൻ പറഞ്ഞിരുന്നു. പയസ് ഡോക്ടർ സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. അപ്പോൾ സിസ്റ്ററിനെ സഹായിക്കാൻ പോയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിൽ സഹായിക്കാൻ എന്നോട് പറഞ്ഞത്. ഞങ്ങൾ കൗൺസിലിംഗ് പഠിച്ചു വന്നതാണല്ലോ. കൗൺസിലിങ്ങിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സിസ്റ്ററിൻ്റെ ചില രീതികളോട് എനിക്ക് വളരെ നല്ലൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. തന്നെയല്ല, സിസ്റ്റർ കൗൺസിലിങ്ങിനെന്നും പറഞ്ഞുകൊണ്ട് ഇത് എത്ര കൗൺസിലിംഗ് നടത്തിയാലും ഒരു ശരിയാവില്ല, ഒന്ന് നോക്ക്, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇവർക്ക് എന്നും പറഞ്ഞിട്ട് 2 രോഗികളെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയില്ല, സൈക്യാട്രി രോഗങ്ങളെ കുറിച്ചിട്ട് അധികം അറിയില്ല. സൈക്കോളജി കുറച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെന്നല്ലാണ്ട് സൈക്യാട്രി അറിയില്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി എടുത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചും ബൈബിൾ വായിച്ചും ബൈബിൾ പറഞ്ഞു കൊടുത്തുമൊക്കെ നമ്മൾ കൗൺസിലിംഗ് നടത്തി. പിന്നെ MBBSന് പോകാനുള്ള ഒരു സാഹചര്യം വരണത് എനിക്ക് തോന്നുന്നത് പൈസമ്മയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ അതോ അധികാരികളുടെ തീരുമാനമാണത്. നിത്യവ്രതം ചെയ്ത അന്ന് വൈകിട്ട് പ്രൊവിൻഷ്യാലമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേരി തെരേസേ, നമുക്ക് ആരുമില്ല, നമുക്ക് സൈക്യാട്രി നമ്മളുടെ പ്രത്യേക ദൗത്യമാണ്. കാരണം കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയത്. അതുകൊണ്ട് മേരി തെരേസിനൊന്ന് എൻട്രൻസ് ടെസ്റ്റ് എഴുതാവോ, MBBS എൻട്രൻസ് ടെസ്റ്റ് എഴുതാവോ എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പം ഞാനിങ്ങനെ അയ്യോ മദറേ എന്ന് പറഞ്ഞു. മദർ പറഞ്ഞു, വേണമെങ്കിൽ 2 ദിവസം ആലോചിച്ചോ, പക്ഷെ ഒരു കണ്ടീഷൻ, നോ പറയാൻ പാടില്ല. നോ പറയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്താ ആലോചിക്കാനുള്ളേ. അപ്പം ഞാനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ അസന്നിഗ്ധ അവസ്ഥ വരുമ്പോൾ നമ്മൾ ഓടിപ്പോണത് മങ്കുഴിക്കരിയച്ഛൻ്റെ അടുത്തേക്കാണ്. അപ്പം മങ്കുഴിക്കരിയച്ഛൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ പ്രൊവിൻഷ്യാൽ മദർ ചോദിക്കുകയാണ്, ഞാൻ എന്താ പറയുക. അച്ഛൻ കുറച്ച് നേരം പതിവ് ശൈലിയിൽ അച്ഛൻ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെയൊന്ന് തിരുമ്മി അച്ഛൻ നോക്കിയിരുന്നിട്ട് എന്നോട് പറഞ്ഞു, സഭ നമ്മുടെ അമ്മയല്ലേ, അമ്മ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ മക്കളല്ലേ, മക്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? തന്നെയല്ല മോളെ, എന്തോരം കുടുംബങ്ങളാണ് നശിച്ചു പോണേ, നമുക്ക് അവരെ രക്ഷിക്കണ്ടേ, അതുകൊണ്ട് ധൈര്യമായിട്ട് എസ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവം ഇവിടെയും എനിക്കൊരു അത്താണിയില്ല. സാധാരണ ഞാൻ അച്ഛനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ പിന്നെ അതിന് ഒന്നും ചിന്തിക്കാറില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്ന് മദറിനോട് പറഞ്ഞു, മദറെ, എനിക്ക് വയസ്സ് 33 കഴിഞ്ഞു, ഇനിയും ഞാൻ എൻട്രൻസ് പഠിച്ചെഴുതണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞു. എന്നിട്ട് അപ്പം മദർ പറഞ്ഞു, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് പോയി പഠിക്കുക. പിന്നെ PC തോമസ് സാറിൻ്റെ അടുത്ത് ഒരു 52 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയി.
മേരി തെരേസ് ഞങ്ങളുടെ സഭയിലേക്ക് വന്നപ്പം അധികം പേര് ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ ഡിഗ്രി ആയിട്ട് വന്നവരുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ പുള്ളിയെ സംബന്ധിച്ച് നല്ലൊരു വിനയവും ഒരു എളിമയുള്ളൊരു ശൈലിയുള്ളത് കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞതുപോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തിയോളജിക്ക് വിടാനൊക്കെ മേരി തെരേസിനെ അധികാരികൾ നിയോഗിക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് മെഡിസിന് വിടുന്നത്. മെഡിസിനൊക്കെ ആയാലും PC-യുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ പറയുന്നത്, സിസ്റ്റർ പേടിക്കണം, ഞാനാണ് അന്ന് കൂട്ടുപോയത്. അപ്പോൾ പറഞ്ഞു ആ സിസ്റ്ററിന് ധൈര്യമായിട്ട് കിട്ടും, ബൈബിളൊക്കെ എന്ത് കാണാതെ നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ഈ കൊണ്ടുവന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അപ്പം ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് മേരി തെരേസ് എന്ന് പറയാൻ പറ്റും. പിന്നെ MBBS പഠനത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ട് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെത്താൻ എളുപ്പമല്ല. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ നന്നായിട്ട് പഠിച്ചു വന്നു. ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വന്നു. ഫസ്റ്റ് ഇയറിലെ അനുഭവം, ഫസ്റ്റ് ഇയറിലെ പരീക്ഷയ്ക്ക് ശരിക്കും ദൈവത്തിന് തൊട്ടറിഞ്ഞ അനുഭവമാണ്. നമുക്ക് അനാറ്റമി എനിക്ക് വളരെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. എല്ലായ്പ്പോഴും നല്ല മാർക്കുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ മാർക്ക് എൻ്റെ ഇൻറ്റേർണൽ മാർക്ക് പോയതിൻ്റെ പകുതിയായിട്ടാണ് എൻ്റെ മാർക്ക് പോയത്. അത് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ് അവർക്ക്. പക്ഷെ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് ഞാനും അറിയുന്നില്ല, എൻ്റെ ടീച്ചേഴ്സും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ പ്രാക്ടിക്കലിന് എനിക്ക് 76% മാർക്ക്, തിയറിക്ക് ഞാൻ 1 മാർക്കിന് തോറ്റിരിക്കുന്നു. അപ്പം ഇങ്ങനെ എല്ലാം 1 മാർക്കിനാണ്. ഭയങ്കര വിഷമം. ആദ്യമായിട്ട് ജീവിതത്തിലുണ്ടായ ഒരു ഫെയിലിയറാണ്. നമ്മൾ 6 മാസം ബാക്കപ്പ് ആവും. ഈ 60 പിള്ളേരുടെ ഇടയ്ക്ക് നമ്മൾ ബാക്കപ്പ് ആവില്ലേ, വീണ്ടും 6 മാസം നമുക്ക് പോകും. അപ്പം അത് ശരിക്കും എന്താ ഈശോ ഇത്, എന്താ ദൈവം ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ. അപ്പം എല്ലാവർക്കും അത്ഭുതമായി, എന്താ സിസ്റ്റർ മേരി തെരേസ എങ്ങനെ തോറ്റു. കാരണം സിസ്റ്റർ ഇങ്ങനെ തോക്കേണ്ട ഒരാളല്ലല്ലോ. സിസ്റ്റർ നന്നായിട്ട് ഡിസെക്ഷൻ ചെയ്യും, നന്നായി ഇത് ചെയ്യുന്നു, നല്ല മാർക്കുണ്ട് ഇൻറ്റേർണൽ ഇതിന്. അത് കഴിഞ്ഞ ഒരു ടീച്ചറാണ് കണ്ടുപിടിച്ചത് ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് മാർക്ക് പോയത്, തിയറിയുടെ മാർക്ക് പോയത് 40ക്ക് പകരം 20 പോയത്. അപ്പോൾ 20 പാസ് മാർക്കേ ഉള്ളൂ. എനിക്ക് 40 മാർക്ക് ശരിക്കും ഉണ്ട്. അപ്പോൾ അത് ദൈവനിശ്ചയമാണല്ലോ, അത് ആരും മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല, അങ്ങനെ വന്നു. എങ്കിലും ഞാൻ കരഞ്ഞു നിലവിളിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. പിന്നെ ഈ 6 മാസം പഠിക്കണമല്ലോ, ഭയങ്കരമായിട്ട് കരഞ്ഞു നിലവിളിച്ച. അപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞു വന്ന് ഞാൻ പറഞ്ഞു ഇനി മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. കാരണം അത്രയും സങ്കടമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു മരിച്ചാൽ മതി. അപ്പം എൻ്റെ ഒരു സിസ്റ്ററിനെ കുരിശ് രൂപത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചേ, അത് ശരി, ഈ പുള്ളിക്കാരനെ കണ്ടു പോന്നിട്ട് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തോറ്റ് ഇനി മരിച്ചാൽ മതി എന്നൊന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് മദറിന് അത് മനസ്സിലാകാഞ്ഞിട്ട്, എൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ ഇനി എങ്ങനെ എൻ്റെ കമ്പാനിയൻസിൻ്റെ മുഖത്ത് നോക്കും. ഞാനത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 18 പേരാ തോറ്റേക്കണേ. അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം, 18 പേരുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഈ 18 പേര് തമ്മിൽ ഞങ്ങൾ സിസ്റ്റേഴ്സും സ്റ്റുഡൻസും തമ്മിൽ നല്ലൊരു ഐക്യമുണ്ട്. ഇപ്പോഴും ഒരു ഐക്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു കൺസൾട്ടേഷൻ, എന്തെങ്കിലും ഒരു കേസ് വന്നു, നമുക്കൊരു ഡൗട്ട് വരികയാണ്, നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുകയാണ്, പിന്നെ വാട്ട് ടു ഡു. 18 പേരും 18 പേരല്ല 60 പേരും തന്നെ, ബാക്കി 58 പേരും നമുക്ക് റിപ്ലൈ അയക്കും. ഇന്നത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നും, ഇന്നത് ചെയ്താൽ. അങ്ങനെ ഒരു യൂണിറ്റി അവിടെ ഫീൽ ചെയ്ത് ഞങ്ങൾക്ക്. ഈ പരീക്ഷയുടെ ഇടയ്ക്കും അതുപോലെ ഈ തോൽവി അക്സെപ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വല്ലയിലച്ഛനുണ്ട് വിൻസെൻഷനിൽ. അപ്പോൾ വല്ലയിലച്ഛൻ റോമിലും ഉണ്ടായിരുന്ന ഒരു അച്ഛനാണ്, ജോൺ വല്ലയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അച്ഛനെ ഞാൻ തോറ്റു എന്ന് കേട്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഒന്ന് കാണാൻ വരണം. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ല, കാരണം തോറ്റിട്ട് എല്ലാത്തിനോടും ഒരു എതിർപ്പാണ് നമുക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ അങ്ങോട്ട് വരും. പിന്നെ അച്ഛനെ കാണാൻ ചെന്നു കേട്ടോ. അച്ഛനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ആകെ ഒരു ചോദ്യം ചോദിച്ചോളൂ, മേരി തെരേസ ഇതുവരെ ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളും ദൈവപരിപാലനയിൽ സംഭവിച്ചതല്ലേ? ഞാൻ പറഞ്ഞു അതെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണോ? അതെ അത് തീർച്ചയായിട്ടും ദൈവപരിപാലന തന്നെയാണ്. എന്നാൽ പിന്നെ ഇതും കൂടി ദൈവപരിപാലനയായിട്ട് കണ്ടുകൂടെ? ഓ അപ്പോഴാണ് കണ്ണു തുറന്നത്, ഓ ശരിയാണല്ലോ, ഇതും ദൈവപരിപാലനയായിട്ട് കണ്ടുകൂടെ? അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ അതിനെ ആ തോൽവിയെക്കുറിച്ച് ഒന്നും ചെയ്തിട്ടില്ല, അത് ഉൾക്കൊണ്ടു. ഈ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതത്തെക്കുറിച്ചും MBBS പഠനത്തെക്കുറിച്ചും എല്ലാം നമ്മൾ പങ്കുവച്ചു. ഇനി അടുത്ത എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ സേവന രംഗങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. സിസ്റ്ററിന് ഒത്തിരി നന്ദി. താങ്ക് യു.